ട്രൂത്ത് ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇത് തുനീഷ്യ. അറബ് സ്വേച്ഛാധിപതികളെ കടപുഴക്കി എറിഞ്ഞ ഈ നൂറ്റാണ്ടിന്റെ അത്ഭുതമായ അറബ് വസന്തത്തിന് ആരംഭം കുറിച്ച തുനീഷ്യ 23 വർഷം രാജ്യത്തെ ഒരു തടവറയും പൗരന്മാരെ തന്റെ അടിമകളുമാക്കി ഭരണതാണ്ഡവമാടിയ സൈനുൽ ആബിദീൻ ബിൻ അലിയെ പുറത്താക്കിയ മുല്ലപ്പൂ വിപ്ലവത്തിന്റെ രാജ്യം. എന്തായിരുന്നു അറബ് വസന്തം? അതിൻ്റെ പശ്ചാത്തലം, ആരായിരുന്നു വസന്ത വിപ്ലവത്തിൻ്റെ പിന്നിൽ? അവരുടെ പ്രചോദനം, സ്വാതന്ത്ര്യത്തിൻ്റെ സ്വച്ഛവായു ശ്വസിക്കാൻ തെരുവിലിറങ്ങിയ അറബ് ജനതയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെട്ടുവോ? ജനുവരി 14 അത് സംഭവിച്ചത്. തുനീഷ്യയിൽ ആജീവനാന്ത പ്രസിഡന്റായിരുന്ന ബിൻ അലി ഭരണത്തിൽ നിന്ന് തൂത്തെറിയപ്പെട്ടു. കൃത്യം 58 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഫെബ്രുവരി 12 ഈജിപ്തിൽ ഹുസ്നി മുബാറക് വീണു. അടുത്ത ഊഴം ലിബിയയിലെ മുഅമ്മറുൽ ഖദ്ദാഫിയുടേതായിരുന്നു. 2011 ആഗസ്റ്റ് 22 ഖദ്ദാഫിയെ സ്വന്തം ജനത തന്നെ കൊന്നു. നവംബർ 23 ആയപ്പോഴേക്ക് യമനിൽ അലി അബ്ദുള്ള സ്വാലിഹ് പ്രക്ഷോഭത്തിൽ കടപുഴകി. وكذلك كحائز لنوبل السلام أن أقول أن عليكم أن تزجوا بهؤلاء وأن تحيلوا ملفهم إلى محكمة الجنايات الدولية. അറബ് വസന്തം അവസാനിച്ചിട്ടില്ല. സിറിയയിലെ ബഷാറുൽ അസദ് തന്റെ ഊഴം കാത്തു കഴിയുന്നു. മൊറോക്കോയിലും ജോർദാനിലും അൾജീരിയയിലും അധികാരികൾ പരിഷ്കരണങ്ങളിലൂടെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നു. الله يحط تاج فوق راسنا ويحميه ويقويه على كل من عداه. അറബ് വസന്തത്തിലെ വമ്പിച്ച ജനകീയ പ്രക്ഷോഭങ്ങളിലൂടെ അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട മുസ്ലിം സ്വേച്ഛാധിപതികളുടെ ഭരണകാലം ഇങ്ങനെ. സൈനുൽ ആബിദീൻ ബിൻ അലി തുനീഷ്യയിൽ 1987 മുതൽ 2011 വരെ ഭരിച്ചു. 23 വർഷം.
ഹുസ്നി മുബാറക്ക് ഈജിപ്തിൽ 1981 മുതൽ 2011 വരെ 32 വർഷമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണം. ലിബിയയിൽ മുഅമ്മറുൽ ഖദ്ദാഫി 1969 മുതൽ 2011 വരെ നീണ്ട 42 വർഷം അധികാരത്തിലിരുന്ന സ്വേച്ഛാധിപതിയാണ്. അലി അബ്ദുള്ള സാലിഹ് യമനിൽ 1978 മുതൽ 2012 വരെ 34 വർഷമാണ് അധികാരത്തിലിരുന്നത്. മനുഷ്യാവകാശങ്ങളുടെയും ജനാധിപത്യത്തിൻ്റെയും ഈ യുഗത്തിൽ ഇത്ര നീണ്ടകാലം മുസ്ലിം സ്വേച്ഛാധിപതികൾ അധികാരത്തിലിരുന്നതിൻ്റെ രഹസ്യമെന്താണ്? ഇറാഖിൽ സദ്ദാമിനോടും അഫ്ഗാനിസ്ഥാനിൽ മുല്ല ഉമറിനോടും തുർക്കിയിൽ അർബക്കാനോടും അൾജീരിയയിൽ അലി അബ്ബാസ് മദനിയോടും കാണിക്കാത്ത കാരുണ്യം ലോകം ഈ കൊടും കൊലയാളികളോട് കാണിച്ചത് എന്തുകൊണ്ട്? ഉത്തരം ലളിതം. അറബ് വസന്തം ആഞ്ഞടിച്ച അറബ് നാടുകളിൽ പതിറ്റാണ്ടുകളായി നടന്നത് ഒരു കൂട്ടുകച്ചവടമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് മുതലാളിത്ത സാമ്രാജ്യത്വ ശക്തികളും മുസ്ലിം സ്വേച്ഛാധിപതികളും ചേർന്നുള്ള കൂട്ടുകച്ചവടം. സാമ്രാജ്യത്വത്തിന്റെ ഇസ്ലാം പേടിയെ അറബ് ഭരണാധികാരികൾ മുതലെടുത്തു. തങ്ങൾ അധികാര കസേരകളിൽ നിന്നിറങ്ങിയാൽ കസേരകളിൽ കയറിയിരിക്കുന്നത് ഇസ്ലാമിസ്റ്റുകളായിരിക്കും എന്നായിരുന്നു അവർ പേടിപ്പിച്ചത്. ഒരു വിധത്തിൽ ഇപ്പോൾ ഈ പ്രസ്ഥാനങ്ങൾ വിജയിച്ച സ്ഥലങ്ങളിൽ, ടുണീഷ്യയും ഈജിപ്തും ലിബിയയും ഒക്കെ പോലുള്ള സ്ഥലങ്ങളിൽ ഇസ്ലാമിക ഭരണകൂടങ്ങളാണ് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് വലിയ ഭീഷണിയാണ് എന്ന് പല രാഷ്ട്രീയ നേതൃത്വങ്ങളിൽ നിന്നും നമ്മൾ കേൾക്കുമെങ്കിലും സെപ്റ്റംബർ 11 സമയത്തൊക്കെ ഉണ്ടായതുപോലുള്ള ഒരു ആഗോള ഇസ്ലാം വിരുദ്ധത വലിയ തോതിൽ കെട്ടഴിച്ചു വിടാനുള്ള സന്ദർഭമല്ല എന്നുള്ളത്. ഇസ്ലാം പേടി സാമ്രാജ്യത്വത്തെ പിടികൂടിയതിന് ഒരു ചരിത്രമുണ്ട്. അറബ് വസന്തം നടന്ന നാടുകളൊക്കെയും ഒരു കാലത്ത് സാമ്രാജ്യത്വ കോളനികളായിരുന്നു. എല്ലാ മുസ്ലിം രാജ്യങ്ങളിലും അധിനിവേശത്തിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പുകളെയാണ് സാമ്രാജ്യത്വ ശക്തികൾക്ക് നേരിടേണ്ടി വന്നത്. ഇസ്ലാമായിരുന്നു ആ ചെറുത്തുനിൽപ്പുകളുടെ ചാലകശക്തി. ഇസ്ലാമിക പണ്ഡിതന്മാരായിരുന്നു പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ഈജിപ്തിൽ അഹ്മദ് ഉറാബിയും മുഹമ്മദ് അബ്ദു, ലിബിയയിൽ ഉമർ മുക്താർ, അൾജീരിയയിൽ അബ്ദുൽ ഖാദിർ അൽ ജസായിരി, മൊറോക്കോയിൽ അബ്ദുൽ കരീം അൽ ഖത്താബി, ഇവരെല്ലാം സാമ്രാജ്യത്വത്തിനെതിരെയുള്ള പോരാട്ടങ്ങളിൽ മുന്നിട്ട് നിന്നു. സ്വാതന്ത്ര്യ പോരാട്ടങ്ങളിൽ അടിപതറിയ സാമ്രാജ്യത്വം പക്ഷേ മുസ്ലിം നാടുകളിൽ ഭാവിയിൽ തങ്ങൾക്ക് ഭീഷണിയില്ലാതിരിക്കാനും തങ്ങളുടെ താൽപ്പര്യങ്ങൾ കാലാകാലം സംരക്ഷിക്കുവാനുമുള്ള ഏർപ്പാട് ചെയ്താണ് നാടുവിട്ടത്. തങ്ങളുടെ പിണിയാളുകളായ തദ്ദേശീയരെ സിംഹാസനത്തിലിരുത്തിക്കൊണ്ടായിരുന്നു അത്. അങ്ങനെയാണ് തുനീഷ്യയിൽ ബുർഗീബയും ബിൻ അലിയും അധികാരത്തിലെത്തിയത്. ഈജിപ്തിൽ ഫാറൂഖ് രാജാവും ജമാൽ അബ്ദുൽ നാസിറും അൻവർ സദത്തും ഹുസ്നി മുബാറക്കും അധികാരം വാണത്. സിറിയയിൽ ഹാഫിസുൽ അസദും ബഷാറുൽ അസദും ഭരണം നടത്തിയത്. ലിബിയയിൽ മുഅമ്മറുൽ ഖദ്ദാഫി പിടിച്ചു നിന്നത്. യമനിൽ അലി അബ്ദുള്ള സ്വാലിഹ് സ്വേച്ഛാധിപത്യം വാണത്. തങ്ങളുടെ പാദസേവകരിലൂടെ വൻശക്തികൾ അറബ് നാടുകളിലെ പെട്രോളും പ്രകൃതി വിഭവങ്ങളും കൊള്ളയടിച്ചു. ഇസ്രയേലിന്റെ സംരക്ഷണം ഉറപ്പുവരുത്തി. സാമ്രാജ്യത്വ വിരുദ്ധമായ ഇസ്ലാം
സമൂഹത്തിന്റെ അച്ചുതണ്ടാകാതിരിക്കാൻ എല്ലാ മുൻകരുതലുകളും എടുത്തു. ഇസ്ലാം വിരുദ്ധ പ്രസ്ഥാനങ്ങൾക്ക് എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തു. അറബ് സമൂഹത്തെ ധാർമ്മികമായി തകർത്തു. വിദ്യാഭ്യാസ രംഗത്ത് പിന്നാക്കം നിർത്തി. സാമ്പത്തികമായി നശിപ്പിച്ചു. بعد كيف فيهم نمشي على الحزام خالد. نبيع في الليسانس مازوت، هذه سلعة تجي كونتر. توفي كونتر ما فهمش حتى خدمة، حتى وضعية كتشوف شباب الكل ما عنده ما يخدم. أنا تلزينا باش نخدم حاجة ذي باش الواحد يصرف على روحه، خاطر احنا 5 خويات، بالنسبة لي أنا 5 خويات. 5 بابا ساخو توجع فيه، ما عندوش معناها ما عندوش حتى مورد رزق يخدم علينا عامل يومي. عندك تلزيت أنا باش 5 إخوة عندك؟ 5 إخوة. أصغر منك؟ أصغر مني، أنا الكبير في أخواتي. فأنت للقوت وللرزق يعني تعمل للقوت هذا؟ والرزق باش نصرف أنا على دارنا، خاطر أخواتي كل أخواتي يقراوا هذا وما عندهم البنزين حتى يعني شيء. تأتي من الجزائر؟ تأتي من الجزائر وتبيع هنا؟ يبيعوا فيها الجزائري، يبيعوا فيها لتونس، تونس وعباد تجيبها لنا لهنا. طيب كم الفرق بين سعر الجزائر وتونس؟ والله الفرق هي ده طبعا في الجزائر أرخص. أرخص؟ يجيبوا هنا نحن هاي أرخص في الجزائر. كم تحصل على المبلغ يعني يوميا؟ يومين وصل 10,000 12 دينار. 10 دينار؟ 10 دينار يكفيك اليوم لأسرتك؟ يكفيني باش ناكلوا، باش ناكلوا به. ناكلوا متواضع، ما نعيشوا عيشة متواضعة. أصور والله الواحد يحب شوي يعينه عند الحاكم، خاطر الحاكم مش معناها صاحب عيال مش موفره له كل حاجه. نعم. اول حاجه المال. طيب عندكم 4 أولاد؟ عندي 4 صغار، 2 بنات و2 اولاد. نعم. من خلال هذه التجاره يعني ماذا تكسبون يوميا؟ حكاية 10,000 هذيك 10 دينار. هذيك 10 دينار تقريبا. 10 دينار يكفيكم اليوم؟ هذيك مش نعم. അതിനിടയിൽ നഷ്ടപ്പെട്ടത് ഒരു സമൂഹത്തിന്റെ ആത്മാഭിമാനമായിരുന്നു. സ്വാതന്ത്ര്യവും മനുഷ്യാവകാശങ്ങളുമായിരുന്നു. പട്ടിണി തിന്നും ഏകാധിപത്യത്തിന്റെ കാരാഗ്രഹങ്ങളിൽ കഴിഞ്ഞും ജീവിതം തള്ളി നീക്കിയ അവർ ഒരു നാൾ ഉണർന്നു. ജീവിതം പണയം വെച്ച് രണ്ടും കൽപ്പിച്ചുള്ള ഉണർച്ച. ഒന്നുകിൽ സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ മരണം എന്നവർ തീരുമാനിച്ചു. ആ ഉണർച്ചയായിരുന്നു അറബ് വസന്തം. എന്തുകൊണ്ടാണ് ഈ അറബ് ജനതയെ ഒരു വിധത്തിൽ രണ്ടാംകിട പൗരന്മാരായി കാണുക, അവർ ജനാധിപത്യത്തിന് യോഗ്യരല്ലാത്ത മനുഷ്യരായി കാണുക, അവരെ ജനാധിപത്യവൽക്കരിച്ച് കളയണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇറാഖിൽ ഇടപെട്ടതുപോലെ ഇടപെടുക, അത്തരം മേലെ നിന്ന് താഴോട്ട് വരുന്ന ജനാധിപത്യ പ്രക്രിയകൾക്ക് പകരം ജനങ്ങളുടെ തന്നെ ആവശ്യത്തിൽ നിന്ന്, ജനങ്ങളുടെ തന്നെ ജനാധിപത്യ ബോധത്തിൽ നിന്ന് ഉത്ഭവിച്ച ഒരു പ്രസ്ഥാനമായിരുന്നു ഈ അറബ് ജനതയുടെ പ്രസ്ഥാനം. അമേരിക്കൻ വീക്ഷണത്തിൻ്റെ ഇര എന്നുള്ളതിലുപരിയായി സ്വന്തം കാലിൽ നിൽക്കുന്ന, സ്വന്തം രാഷ്ട്രീയ ഭാവിയെ നിർണ്ണയിക്കുന്ന കർത്തൃത്വത്തിലേക്ക് അറബ് ജനത വരികയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവരെ ഇസ്ലാമും ജനാധിപത്യവും ഒന്നിച്ചു പോകില്ല എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങൾ ഈ ഉള്ളിൽ നിന്ന് വരുന്ന ജനാധിപത്യ ശക്തി വലിയ തോതിൽ തച്ചുടച്ച് കളഞ്ഞു.
അത്തരം വീക്ഷണങ്ങൾക്ക് വലിയ ആഘാതം ഏറ്റു എന്നുള്ളതാണ്. ജനം ഒരു നാൾ ജീവിക്കണമെന്ന് ദൃഢനിശ്ചയം ചെയ്താൽ നിയതിക്ക് പ്രതികരിക്കാതെ കഴിയില്ല. നിശീഥിനി പകൽവെട്ടത്തിന് വഴിമാറേണ്ടി വരും. അപ്പോൾ പൊട്ടിച്ചിതറും ചങ്ങലകൾ.